അങ്ങനെ മഞ്ജുവും ഗിരി മഹിമയും മുകുന്ദനും എല്ലാവരും കൂടി അവിടെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കട്ടോ ശാലിനി ആ റൂമിലേക്ക് കയറി വരുന്നത്. ശാലിനിക്കാണെങ്കിൽ അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശാലിനി പറയണേ, മുകുന്ദൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഗിരിയാകെ വിഷമിച്ചിരിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നീ ഇവിടെ വിഷമിച്ചൊന്നും ഇരിക്കുകയല്ലോ. എന്നിട്ട് ദേഷ്യത്തിലെ മഞ്ജുവിനെ നോക്കുക. എന്നിട്ട് ചോദിക്കണേ, അല്ല നീ ഡ്യൂട്ടി സമയത്ത് ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുവാണോ? ഇതിനാണോ നിനക്ക് സർക്കാർ ശമ്പളം തരുന്നത്? അന്നേരം ശാലിനിയുടെ വാക്കുകൾ വെക്കുമ്പോൾ മഞ്ജുവിനും അല്ലാണ്ടാകുവാണ്. മഞ്ജു പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. ആ സമയം ഗിരി മഞ്ജുവിൻ്റെ തോളത്തിങ്ങനെ പിടിച്ച് അവളെ അവിടെ പിടിച്ചു നിർത്തുവാണ്. എന്നിട്ട് പറയണേ, നീ പറഞ്ഞല്ലോ ഇവൾക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണെന്ന്, അല്ലാതെ നീയല്ലല്ലോ. അപ്പോൾ നീ ഇവളോട് കൽപ്പിക്കാൻ നിൽക്കണ്ട. അന്നേരം ശാലിനി പറയണേ, ഓ അത് ശരി, അപ്പോൾ ഇവൾക്ക് വേണ്ടി നീ എന്നോട് എതിർത്ത് സംസാരിക്കാൻ വരെ തുടങ്ങി അല്ലേ ഗിരി? അന്നേരം ഗിരി ശാലിനിയോട് ചോദിക്കണേ, അതിന് നീ എൻ്റെ ആരാ? ഇവളാരാന്നറിയോ? എൻ്റെ ഭാര്യ. അങ്ങനെ പറഞ്ഞ് വീണ്ടും മഞ്ജുവിൻ്റെ തോളിൽ ഇങ്ങനെ കൈയിട്ട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഇവളെ ഞാൻ പലതും പറയും, കുറ്റപ്പെടുത്തും, ചീത്ത പറയുകയും ചെയ്യും. പക്ഷേ എന്ന് കരുതി ആ ഗ്യാപ്പിലേക്ക് നീ തള്ളിക്കയറാമെന്ന് വിചാരിക്കേ വേണ്ട. ഇവളെ നിനക്ക് എന്തും പറയാമെന്നുള്ള ഒരു തോന്നൽ നിൻ്റെ മനസ്സിൽ പോലും ഉണ്ടാകണ്ട. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പെണ്ണുങ്ങളെ തല്ലൂലെന്നുള്ള അച്ഛന് കൊടുത്ത വാക്കുണ്ടല്ലോ, അദ്ദേഹം മറക്കും. നീ എൻ്റെ നിന്ന് നല്ല തല്ല് വാങ്ങിക്കുകയും ചെയ്യും. അത് കേൾക്കുന്ന ശാലിനി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മഹിമ ഗിരിക്ക് ഇങ്ങനെ ക്ഷയിക്കാൻ കൊടുക്കുക. ഗിരിയേട്ടൻ പൊളിച്ചു. എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഗിരിയേട്ടൻ്റെ ഉള്ളിൽ എൻ്റെ ചേച്ചിയോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്ന്. അന്നേരം ഗിരി പറയണേ, അതെ ഇവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഞാനിങ്ങനെ ചെയ്തത്. ആ ശാലിനി എന്ന് പറയുന്നവൾ എനിക്ക് പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടക്കുവാണ്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാൽ അവളുടെ ഉള്ളിൽ എന്നോട് ദേഷ്യം ഉണ്ടാകും. അങ്ങനെ എന്നെ വെറുക്കും. അവളിങ്ങനെ എൻ്റെ പിന്നാലെ നടക്കുന്നത് ഗോപാൽജിക്ക് കൂടിയ ചീത്തപ്പേര്. അങ്ങനെ പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോകുവാണ്. അത് കേൾക്കുമ്പോൾ മഹിമ മഞ്ജുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണേ, ചേച്ചി ഗിരിയേട്ടൻ പറഞ്ഞു വന്ന കാര്യമൊക്കെ ഉണ്ടാ, അതൊക്കെ ഗിരിയേട്ടൻ ചുമ്മാ പറഞ്ഞതാ. ഗിരിയേട്ടൻ്റെ ഉള്ളിൽ ചേച്ചിയുണ്ട്. അന്നേരം മഞ്ജു പറയണേ, അതെനിക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുകുന്ദനെ ഡിസ്ചാർജ് ആയിട്ട് മുകുന്ദനെയും കുട്ടി മുകുന്ദൻ്റെ വീട്ടിലെത്തുന്ന ഗിരിനെയാണ് കേട്ടോ. ഈ സമയം ഗൗരിയമ്മ ചൂരിലും പിടിച്ച് മുകുന്ദനിട്ടൊന്ന് കൊടുക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അങ്ങനെ മറച്ചു പിടിച്ച് ചൂരിലെടുത്ത് മുകുന്ദനെ കാണുന്നതും മുകുന്ദനെ തലങ്ങും വിലങ്ങും അങ്ങ് ചൂരിലോണ്ട് അടിക്കുവാണ്. നിന്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ നീ കൈ മുറിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയല്ലേ? ഈ അമ്മയെക്കുറിച്ച് ഓർത്തോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നീ ഓർത്തോ? ഇങ്ങനെയാണോ ഞാൻ നിന്നെ വളർത്തിയത്? ഇതാണോ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നല്ല തല്ലു കൊടുക്കുവാണ്. ഈ സമയം തടയാൻ ചെന്ന ഗിരിക്കും അമ്മ നല്ല തല്ലു കൊടുക്കുന്നുണ്ട്. നീ എന്താ പറഞ്ഞത്? ഇവൻ ബാറിൽ ജോലിയുമായിട്ട് തിരക്കി പിടിച്ച് നടക്കുവാണെന്നോ? നീ ഇവനോട് കള്ളം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഗിരിക്കും 2-3 അടി കൊടുക്കുവാണ്. എന്നിട്ട് ഗൗരിയമ്മ സങ്കടത്തോടെ മുകുന്ദനോട് പറയണേ, എടാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ഒരു നിമിഷം നിൻ്റെ അമ്മയായ എന്നെക്കുറിച്ച് ഓർത്തൂടായിരുന്നോ? ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഈ സമയം ഗിരി ചോദിക്കണേ, അല്ല ഗൗരിയമ്മ ഇതെങ്ങനെയാണ് അറിഞ്ഞത്? അന്നേരം ഗൗരിയമ്മ പറയണേ, എന്നോടിത് പറഞ്ഞത് മഹിമയാണ്. അവളോ എന്ന് മുകുന്ദൻ ദേഷ്യത്തിൽ ചോദിക്കുക. ആ സമയം ഗൗരിയമ്മ പറയണേ, അതെ ഇനി നീ ഇതിൻ്റെ പേരിൽ അവളുമായിട്ട് വഴക്കുണ്ടാക്കിയെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും. നിനക്കൊരു കുഴപ്പമില്ല എന്നറിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് അവളെന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് എനിക്കൊരു പ്രശ്നമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അവൾ പോയത്. അവളില്ലായിരുന്നേ കാണായിരുന്നു നീ മൂക്കി പഞ്ഞു വെച്ച് ഇവിടെ കിടന്നേനെ. എന്താണെങ്കിലും ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നിന്നെ പറ്റിച്ചിട്ട് പോയവളുടെ ഒരു കാര്യം ഇനി നീ ആലോചിക്കേ വേണ്ട. എന്താണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുക്കാം. നീ ഇരിക്കുക ഗിരി. അന്നേരം ഗിരി ചോദിക്കണേ, ഗൗരിയമ്മേ ഇവനെ പറ്റിച്ചിട്ട് പോയ ആ പെണ്ണ് ആരാണെന്ന് ഗൗരിയമ്മക്കറിയോ? അറിയാമെന്ന് പറയുവാണ് കേട്ടോ. അന്നേരം ഗിരി ചോദിക്കണേ, ആരാവള്? ആരാണെങ്കിലും പറ, ഞാൻ അവൾക്ക് ശരിക്കും കൊടുത്തോളാം. ഈ സമയം ഗൗരിയമ്മ പറയണേ, എന്തിനാ ഇവൻ അവളെ ശിക്ഷിക്കണമെന്ന ഒരു താല്പര്യവും ഇല്ല. പിന്നെ നീ എന്തിനാ അത് ചെയ്യുന്നത്? അവൾക്കുള്ള ശിക്ഷ എന്നെങ്കിലും ദൈവം തന്നെ കൊടുത്തോളും. പിന്നെ സമയമാകുമ്പോൾ ആ പെണ്ണ് ആരാണെന്ന് ഇവൻ തന്നെ നിന്നോട് പറയും. നീ ഇരിക്കും. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന ഗിരീനെയാണ്. ഈ സമയം ഭാനുമതി അമ്മയും സ്വപ്നയും മുകുന്ദൻ്റെ കണ്ടീഷനൊക്കെ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം മഞ്ജുവും താഴത്തേക്ക് വരുവാണ് കേട്ടോ. അന്നേരം ഗിരി നടന്ന കാര്യങ്ങളെല്ലാം പറയുക. ഇപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഗൗരിയമ്മയും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവന് കുറേ പിണങ്ങി. എന്താണെങ്കിലും കൃത്യസമയത്ത് മഹിമ അവിടെ എത്തിയതുകൊണ്ട് അവന് ജീവാപായമൊന്നും ഉണ്ടായില്ല. സത്യം പറഞ്ഞാൽ അവനിങ്ങനെ ഒരു അപകടം വന്നപ്പോഴാണ് അവൻ എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടൊരു സ്ഥാനം വഹിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അന്നേരം ഭാനുമതി പറയണേ, എന്താണെങ്കിലും ആ പെണ്ണിനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. അല്ലെങ്കിൽ അവൾക്ക് കുടുംബങ്ങളെ തമ്മിൽ തല്ലിക്കാൻ മാത്രമേ സമയമുള്ളൂ. ഈ സമയം മഞ്ജു പറയണേ, അമ്മ എന്തിനാ മഹിമയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ എന്ത് ചെയ്തിട്ടാ? അന്നേരം ഗിരി പറയണേ, അതെ ഇനി അതിൻ്റെ പേരിൽ കൂടുതൽ സംസാരമൊന്നും ഇനി ആ കുട്ടീനെ പറ്റി വേണ്ട. അങ്ങനെ പറഞ്ഞ് ഗിരി അകത്തേക്ക് പോകുവാണ് കേട്ടോ. പിന്നാലെ മഞ്ജുവും പോകുവാണ്. ആ സമയം സ്വപ്ന പറയണേ,
അമ്മേ, മഹിമ മുകുന്ദനെ സഹായിച്ചതുകൊണ്ട് തന്നെ മഹിമയോട് ഇപ്പോൾ ഏട്ടൻ്റെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതിൽ പിടിച്ച് മഞ്ജു ഏട്ടൻ്റെ മനസ്സിലേക്ക് കയറും. അന്നേരം ഭാനുമതി പറഞ്ഞേ, ശരിയാ നീ പറഞ്ഞത്. അല്ലെങ്കിലും നാട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം പണി കിട്ടുന്നത് എനിക്കാ. സത്യം പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും കാരണം ആ മുകുന്ദനെ തേച്ചിട്ട് പോയ പെണ്ണ. അവരുടെ തല്ലിന് ഇടുത്തി വീഴും എന്നൊക്കെ പറഞ്ഞ ഭാനുമതി അവിടെ നിന്നും പോകുവാണ്. അതൊക്കെ കേട്ട് ആകെ അങ്ങ് പേടിച്ച് വരച്ച് നിൽക്കുവാണ് കേട്ടോ സ്വപ്ന. പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിൽ നിൽക്കുന്ന മഞ്ജുവിനെയാണ്. ഈ സമയം മഞ്ജു ഗിരിയോട് ചോദിക്കണേ, ഗിരിയേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും വിവാഹത്തിന് മുമ്പ് ശാലിനിയും ഗിരിയേട്ടനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അത് കേൾക്കുന്നതും ഗിരിക്കങ്ങ് ദേഷ്യം തന്നെ. എന്ത് ബന്ധം ഉണ്ടാവാനാ? എനിക്ക് നിൻ്റെ അസുഖമൊക്കെ എന്താണെന്ന് മനസ്സിലായി, സംശയരോഗം. എല്ലാ ഭാര്യമാർക്കും ഉള്ളതുപോലെ നിനക്ക് എൻ്റെ മേലിൽ സംശയമുണ്ട്. നിൻ്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനേ എന്നെ കിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഗിരി ബാൽക്കണിയിലേക്ക് പോകുവാണ്. മഞ്ജു ആണെങ്കിൽ ഗിരി വിടാതെ ഗിരിയുടെ പിന്നാലെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞതിലപ്പോൾ എന്തോ ഒരു സത്യം ഉണ്ടല്ലേ? ഗിരിയേട്ടന് എന്നിൽ നിന്ന് എന്തോ മറച്ചു പിടിക്കാനുണ്ട്, അതല്ലേ അവിടെ നിന്ന് ഓടിക്കളഞ്ഞത്? ആ സമയം ഗിരി പറയണേ, ഹലോ, നീ എന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? അങ്ങനെയാണെങ്കിൽ ചോദിക്ക്, ഞാൻ ഉത്തരം പറയാം. അങ്ങനെ മഞ്ജു അവിടെ ഗിരിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്ടോ. ഗിരിയേട്ടൻ്റെ മകളുടെ ഇടയിലേക്ക് കടന്നു വരരുതെന്ന് പറഞ്ഞ് പലതവണ ശാലിനി എന്നെ വാൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു പെണ്ണ് ചെയ്യണമെങ്കിൽ അവൾക്ക് ഗിരിയേട്ടൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു സൂചന കൊടുത്തിട്ടുണ്ടാവില്ലേ? ഈ സമയം ഗിരി വരണേ, ചേട്ടാ ഇതെന്ത് കഷ്ടമാണ്. അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത് എൻ്റെ കുഴപ്പമാണോ? അവൾക്ക് എന്നോട് വൺ സൈഡ് ലവ് ആയിരുന്നു. ഞാൻ പലതവണ അവളോട് പറഞ്ഞിട്ടുള്ളതാ എനിക്ക് അവളെ അങ്ങനെ ഒരു കണ്ണോടെ കാണാൻ പറ്റില്ലെന്ന്. എന്നിട്ടും അവൾ വിടാതെ എൻ്റെ പിന്നാലെ നടന്നതിന് ഞാനെന്ത് ചെയ്യാനാ? അന്നേരം മഞ്ജു പറയണേ, ഇവിടെ അമ്മയെ സ്വപ്നയും വരെ വിചാരിച്ചു വെച്ചിരുന്നത് ഗിരിയേട്ടൻ അവളെ കല്യാണം കഴിക്കുമെന്നാ. അതുകൊണ്ട് എന്നെ ഇവിടുത്തെ മരുമകളായി കൊണ്ടുവന്നപ്പോൾ അവർക്കതൊട്ടും അംഗീകരിക്കാൻ പറ്റാഞ്ഞത്. അവളുടെ സ്ഥാനം ഞാൻ തട്ടിയെടുത്തുന്ന രീതിയിലാണ് പറയുന്നത്. മാത്രമല്ല നാട്ടിലും ഗിരിയേട്ടനെ ശാലിനിയെ കുറിച്ച് പലതും പറയുന്നുണ്ടല്ലോ, പല കഥകളും പ്രചരിക്കുന്നുണ്ട്. അതേക്കുന്ന ഗിരി വരണേ, നിന്നെക്കുറിച്ചും പല കഥകളും പ്രചരിച്ചിരുന്നല്ലോ. ആ ശരിയാ, എന്നെക്കുറിച്ചും പല കഥകളും ഉണ്ടായിട്ടുണ്ട്. ആ കഥയിലെ നായകൻ തന്നെയാണ് എന്നെ വിവാഹം ചെയ്തിരിക്കുന്നതും. അന്നേരം ഗിരി വരണേ, അങ്ങനെ ഞാൻ വിവാഹം ചെയ്തതേ എൻ്റെ അമ്മയെ പോലും എതിർത്തുകൊണ്ടാ. അമ്മ അത് കാരണം എന്നോട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ നീയും കണ്ടതല്ലേ? അന്നേരം മഞ്ജു ചോദിക്കണേ, അതിനാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണമെന്ന്. ഓ അത് ശരി, ഇപ്പം അങ്ങനെയായല്ലേ? അല്ലെങ്കിലും അത് ചെയ്ത എൻ്റെ തെറ്റാണ്. ഗോപാൽജി എന്നോട് നിന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോഴേ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നിന്നെപ്പോലൊരു സംശയരോഗി എൻ്റെ തലയിലാവില്ലായിരുന്നല്ലോ. അന്നേരം മഞ്ജു വിട്ടുകൊടുക്കാതെ തന്നെ പറയണേ, ഇതുപോലൊരു കലിപ്പനെ എനിക്ക് സഹിക്കേണ്ടി വരില്ലായിരുന്നു. അന്നേരം ദേഷ്യത്തിൽ ഗിരി, ഓ ഇങ്ങനൊരു പോലീസ് വരി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ റൂമിലേക്ക് പോകുകയാണ്. അന്നേരം മഞ്ജു പറയണേ, ഓ ഇങ്ങനൊരു ഗുണ്ട. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം സഞ്ജയും സ്വപ്നയും കൂടി സംസാരിക്കുന്നതാണ്. സഞ്ജയ് പറയണേ, നാട്ടിൽ എന്നെക്കുറിച്ച് പല കഥകളും പ്രചരിക്കുന്നുണ്ട്. അതേക്കുന്ന സ്വപ്ന മനസ്സിൽ പറയണേ, അതൊക്കെ സത്യമാണെന്ന് എനിക്കറിയാം. നിന്റെ സ്വഭാവം എന്താണെന്ന് അരച്ചു കളിക്ക് കുടിച്ചവളായി സ്വപ്ന. എന്നെ മണ്ടിയാക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ട. അന്നേരം സ്വപ്ന പറയണേ, ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. നാട്ടുകാർക്ക് പണമുള്ളവരോടൊക്കെ അസൂയ, അങ്ങനെ പല കഥകളും അവർ പഠിച്ചുവിടും. നമ്മളിതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. ഈ സമയം സഞ്ജയ് ചോദിക്കണേ, അല്ല നിനക്കാരോടെങ്കിലും പ്രണയം മറ്റോ തോന്നിയിട്ടുണ്ടോ? കോളേജിൽ മറ്റോ പഠിക്കുമ്പോൾ? എനിക്കാരോടും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ അടുത്തേക്ക് ആരും പ്രപ്പോസൽസ് ഒന്നും വരില്ല. കാരണം ഗിരിയേട്ടൻ്റെ പെങ്ങളെ ഞാനെന്നറിയുമ്പോൾ എല്ലാവരും പേടിച്ചോടും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. സഞ്ജുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് സഞ്ജുവേട്ടനാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. എനിക്കിങ്ങനെ പ്രേമിക്കാനൊന്നും അറിയില്ല. അന്നേരം സഞ്ജു സ്വപ്നയുടെ തോളിലിങ്ങനെ കൈവച്ചിട്ട് പറയണേ, അതിനെന്താ, അതൊക്കെ ഞാൻ പഠിപ്പിക്കാം. അന്നേരം സ്വപ്ന കൈ എടുത്ത് തട്ടി മാറ്റുവാണ്. എന്നിട്ട് പറയണേ, തൽക്കാലം ഇതെല്ലാം കല്യാണം കഴിഞ്ഞു മതി. നമ്മുടെ കല്യാണക്കാരും എത്രയും പെട്ടെന്ന് സഞ്ജു ഗോപാൽജിയെ അറിയിക്കേ. അതേക്കുമ്പോൾ സഞ്ജു ഒന്നും ഞെട്ടനാണ്. എന്നിട്ട് പറയണേ, അത് പിന്നെ ഞാൻ അച്ഛനോട് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. മുമ്പ് ഞാനായിട്ട് മുൻകൈ എടുത്താണല്ലോ മഞ്ജുമായിട്ടുള്ള കല്യാണം അച്ഛൻ തീരുമാനിച്ചത്. അത് അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി ഞാൻ വീണ്ടും ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അച്ഛന് മുമ്പിലേക്ക് ചെന്ന അച്ഛൻ എന്നെ ശരിയാക്കും. അതുകൊണ്ട് കല്യാണം പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല, കുറച്ച് സമയമെടുക്കും. എങ്കിൽ അതുവരെ ഞാൻ കാത്തിരിക്കാം എന്ന് പറഞ്ഞ് സ്വപ്ന അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം സ്വപ്ന മനസ്സിൽ പറയുന്നുണ്ട്, നിൻ്റെ ഇഷ്ടം സാധിച്ചെടുക്കാനാണ് നീ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിന്നെ വിറ്റ പണം എൻ്റെ കയ്യിലുണ്ട് മോനെ. എനിക്ക് എങ്ങനെയെങ്കിലും ഗോപാൽജിയുടെ മരുമകളാകണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഇങ്ങനെ റൂമിൽ കിടന്നുറങ്ങുന്ന മുകുന്ദനെ ആയിരിക്കും. ഈ സമയം കോഫിയുമായിട്ട് മഹിമ അവിടെ എത്തുവാണ് കേട്ടോ. അന്നേരം അമ്മയാണ് കോഫി തരുന്നതെന്ന് പറഞ്ഞ് കണ്ണും അടച്ച് ആ കോഫി മേടിച്ച് കുടിക്കുക. ആഹാ, ഇന്ന് കാപ്പിക്ക് ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ. അന്നേരം മഹിമ താങ്ക് യു എന്ന് പറയുക. അങ്ങനെ മഹിമയുടെ കേട്ട് മുകുന്ദൻ പെട്ടെന്ന് തന്നെ ഞെട്ടി കണ്ണു തുറക്കുവാണ്. എന്നിട്ട് ആ പുതപ്പൊക്കെ ദേഹത്തേക്ക് ഇട്ടിട്ട് മുകുന്ദൻ മഹിമയോട് ദേഷ്യപ്പെടുന്നേ, കുട്ടി എന്താ കാണിക്കുന്നത്?
ഇങ്ങനെ ചാടിക്കേറിയാണോ ഒരു പുരുഷൻ്റെ റൂമിലേക്ക് വരുന്നത്? ഒന്ന് തിരിഞ്ഞു നിന്നേ, ഞാൻ ഈ ബനിയാനൊന്നും ഇടട്ടെ. അങ്ങനെ മഹിമ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുവാണ്. ഈ സമയം ചിരിച്ചുകൊണ്ട് മഹിമ ചോദിക്കണേ, അതിനെ ഇത്രമാത്രം കാണാൻ എന്താണാവോ ഈ വക്കീലിനുള്ളത്? കണ്ട പെണ്ണുങ്ങളെല്ലാം മയങ്ങി വീഴുമല്ലോ. അന്നേരം വക്കീൽ പറയണേ, ഓ അങ്ങനെ പെണ്ണുങ്ങളെ മയക്കാനുള്ള 6 പാക്കൊന്നും എനിക്കില്ല, നമുക്ക് ഫാമിലി പാക്കേ ഉള്ളൂ. ആ അതൊക്കെ എനിക്കറിയാം എന്ന് മഹിമ പറയുക. അത് കേട്ട് വക്കീൽ ചോദിക്കണേ, ഹലോ തിരിഞ്ഞ്, എന്താ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? ദേ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് തമാശ പറച്ചിലൊക്കെ. കൂടുതലങ്ങ് സംസാരിച്ചാലേ എൻ്റെ തനി സ്വരൂപം നീ കാണും. അന്നേരം മഹിമ ചിരിച്ചുകൊണ്ട് പറയണേ, അതൊക്കെ ഞാൻ എപ്പോഴേ കണ്ടതാ. എന്താ പറഞ്ഞത്? കാണേണ്ടതെല്ലാം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കണ്ടു കഴിഞ്ഞു, ഫുൾ നേക്കഡ്. അതേക്കുന്നതും കണ്ണും തള്ളി നിൽക്കുന്ന വക്കീലിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ റിവ്യൂ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.